Hi guys, welcome to Dumbas Trio. നമ്മളിപ്പോൾ ഒരു കളി കളിക്കാൻ പോവാണ് ഗൈസ്. നമ്മൾ ഇന്ന് പുറത്തൊക്കെ പോകണമെന്ന് വിചാരിച്ചു, പക്ഷെ രണ്ടുപേർക്കും വയ്യ. അതുകൊണ്ട് നമ്മൾ കണ്ണൊക്കെ കണ്ടിട്ട് പകരം നമ്മൾ ഇതിന്റെ അകത്തിരുന്ന് നമുക്ക് തന്നെ പണി തരാൻ പോവാണ്. ഇത് നമ്മൾക്ക് തന്നെയുള്ള കുഴി നമ്മൾ തന്നെ തോണ്ടുന്ന ഒരു കളിയാണ് ഗൈസ്. നമുക്കിത് കുഴപ്പമൊന്നുമില്ല, നമുക്ക് പുതിയതൊന്നുമല്ല. ശ്രുതി കൂടെ ഉണ്ടായിരുന്നു, പക്ഷെ ശ്രുതി ഇത്തരം കളികൾക്ക് വരില്ല. ശ്രുത ഇപ്പോ ഹോസ്റ്റലറല്ല, അതുകൊണ്ടാണ് നമ്മളിപ്പോ കളിക്കാൻ വരാത്തത്. അല്ലെങ്കിലും വരില്ല, അത് പിന്നെ വെറുതെ ഒരു രസല്ലേ. എന്താ കളി എന്നറിയോ? ഇതിൻ്റെ അകത്ത് നമ്മൾ കുറച്ച് അച്ചറ പിച്ചറ സാധനങ്ങൾ എഴുതിയിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ഇൻസ്റ്റാ ഫോളോവേഴ്സിനെ സ്ക്രോൾ ചെയ്ത് പോസ്റ്റ് ചെയ്ത് കിട്ടുന്ന ആളിൽ നമ്മൾ ഈ ലോട്ട് എടുത്തിട്ട് എന്ത് മെസ്സേജ് ആണോ ഉള്ളത് വെച്ചാൽ അത് അയക്കണം. അതാണ് നമ്മുടെ ചാലഞ്ച്. നമ്മളങ്ങനെ ലോട്ടൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. എത്ര ഇപ്പൊ സെറ്റായ? നമ്മള് ഐ ലവ് യുവിന്റെ കുറച്ച് ഡിഫറെന്റ് ഭാഷയിലുള്ള എഴുതിന്, പിന്നെ കുറച്ച് വേറെ ഐ മിസ് യു അങ്ങനെ ഇങ്ങനെ കുറച്ചെണ്ണം. മുന്തിരി തൊട്ടെങ്കിലും ഞാൻ പറക്കാൻ പോവാണ് ഗൈസ്. ഗൈസ് ആദ്യം അക്ഷയ സുധീരാണ് കളിക്കാൻ പോകുന്നത്. കളിച്ചു. അമീർ ആരാന്നറിയോ ഗൈസ്? നമ്മളെ ടൂറിന്റെ കൂടെ നമ്മളെ ഗൈഡായിട്ട് വന്നതാണ്. നല്ല കമ്പനിയാണ് കേട്ടോ അമീർ. നമ്മളെ വൈബ കുഴപ്പമില്ല. അയ്യോ, അമീർ അല്ലേ ഇങ്ങനെ നേരത്തെ ഒരു ലൈവ് ഇട്ടായിരുന്നു, അതിന്റെ റിപ്ലൈ എന്ന് കരുതിക്കോളും. പോയി കിടന്നു പറഞ്ഞു കുരിപ്പ്. ഇതിന്റെ ഒക്കെ റിപ്ലൈ നമ്മള് എന്നിട്ട് തരുന്നതായിട്ടോ. ഗൈസ് അമീറിന്റെ റിപ്ലൈ വന്നിനി. എന്റെ റിപ്ലൈ കാണിച്ചെടുക്കും. ഞാനൊരു താരാട്ട് പാട്ട് പാടിക്കൊടുക്കട്ടെ ഗൈസ്. താമരക്കടന്ന് ഉറങ്ങണം, പാടിക്കൊടുത്തേക്കാം. ഈ വോയിസ് തന്നെ പാടാം. താമര അമീർ ഉറങ്ങേണം, കണ്ണും പൂട്ടി ഉറങ്ങേണം. മതിയോടാ, അവൻ നീ ഉറങ്ങട്ടെ ഗൈസ്. ശരിയാ. വിഷ്ണു 1582. മറ്റേ ആളല്ലേ? അല്ല, അതൊന്നല്ല. വിഷ്ണു പ്രസാദിന്റെ മെസ്സേജ് അയക്കാൻ പോകുന്നു. ഇതെന്റെ ഏട്ടാ? എനിക്ക് ഇങ്ങനത്തെ ഏട്ടനുണ്ടോ? അയ്യോ സോറി ഗൈസ്, ഇതെന്റെ ഏട്ട. വീണ്ടും വിഷ്ണു പ്രസാദിന്റെ വിഷ്ണു പ്രസാദിന്റെ മണ്ടയിലുള്ളത് നിയാസ് പി എൻ. കുറച്ച് വലിയ വലിയ ബന്ധങ്ങളിലേക്ക് പോയി എന്ന് തോന്നുന്നു. മാറ്റി വെച്ചേക്കാം. നെക്സ്റ്റ് സാദിഖ്, നമ്മൾ ട്രെയിനിന് പരിചയപ്പെട്ട. എടുക്ക്. അവന്റെ വായിൽ വല്ലിട്ടാ പോലും അവൻ കടിക്കില്ല. ഞാനും ഒരു മെസ്സേജ് പോലും അയച്ചിട്ടില്ല. കുഴപ്പമില്ല, ഫ്രഷായി. ഗൈസ് സാദിക്ക് പോരാത്തതിനിപ്പോ പെണ്ണിനെ തെരഞ്ഞുകൊണ്ട് നടക്കുന്ന സമയം. കറക്റ്റ് ടൈമാ. അക്ഷരം വേണം, കമോൺ. കുത്തു പൂവൊക്കെ വേണം, അക്ഷരം വേണം. അവിടെയാണ് ഹീറോയിസ്. എന്തെങ്കിലും മൂട് ഇടിഞ്ഞ് ചമച്ചപ്പോ ഫുൾ ഷേക്ക് ആവും വീട്. നെക്സ്റ്റ് റൗണ്ട് ആണ് അക്ഷയ സുധീറിന്റെ. ആരാത്? അത് ഞാൻ സ്പേസ് ഡോക്യുമെന്ററി ഒരു പേജ് കൊണ്ടുവരുന്നുണ്ട്. സ്പേസ് ഡോക്യുമെന്ററിയിൽ കൊണ്ടുപോയി അവള് അതിനൊക്കെ വേണ്ട വേണം. നീ എന്തിനാ അതിനെ കൊണ്ട് തന്നെ തൊടുന്നേ? അതാരാ? അത് ഒരു കപ്പിള. നീ മാറ്റി. ഗൗരി.
പക്ഷെ ഗൗരി അതിന്റെ മോള് തശ്ശിനെടുക്ക്. ഇതാരാന്ന് എനിക്കറിയില്ല. ഇത് മറ്റേ സഞ്ജുടാ. ഇതൊക്കെ ഉണ്ട്. പോയിടത്തന്നെ നിന്ന് വേണം. അനങ്ങിയത് പോലില്ല. വേഗം ഇറ്റ്സ് മീ കനി. എടാ മോളെ നീയൊക്കെ എന്തട ഈ ഷവീനെ കൊണ്ട്. അഭിരാമി ഗേൾസിനാണ്. ഞാൻ അക്ഷരമണിനെ പോലെ അത്ര കോഴിയല്ല. അതുകൊണ്ട് എൻ്റെ വീട്ടിലെ ആമ്പിള്ളേർ കുറവായിരിക്കും. ആ ശരിയേ. വിഷ്ണുപ്രസാദ് വേണോ എനിക്ക്? ആ വിഷ്ണുപ്രസാദിന് മെസ്സേജ് അയക്കുന്നില്ല. മിൽഹാൻ അയച്ചോ. എന്താ അയക്കുന്ന നേർക്ക്? ഐ ലവ് യു. ഐ ലവ് യു. മിൽഹാനല്ലേ, കുഴപ്പമൊന്നുമില്ല. ഗൈസ് ഐ ലവ് യു അയക്കാൻ പോകണം. ആയിക്കോട്ടെ, അയക്കണോ? ഐ ലവ് യു. ഇതിന്റെ റിപ്ലൈ നമ്മൾ കാണാട്ടോ. അത് എനിക്ക് കിട്ടിയല്ലേ. അവളാണ് ഗൈസ്. വേണ്ട, അല്ല അതിന് മേളതാ തേർഡ് അയ്യോ. എടുക്ക് കുഴപ്പമില്ല. അത് നമുക്ക് ഇപ്പൊ റിപ്ലൈ കൊടുക്കാം. എടുത്തു പാടത്തിട്ട് പാടാ. ഈ ചങ്ങായി എനിക്ക് അറിയില്ല, എന്താ പേര് തന്നെ എനിക്കറിയില്ല. സെറ്റ് M1 തൂന്നൊക്കെ തേർഡായി. മൂന്നാമതൊരു കണ്ണുണ്ടായിരുന്നു. തേർഡായിയാണ്. എനിക്ക് അറിയില്ല ചങ്ങായി. എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എവിടെ എന്നെ കണ്ടിന്, ഞാൻ ടൂർ പോയ സമയത്ത് ചങ്ങായി എന്നെ സ്റ്റേഡിയം കണ്ടിരുന്നാ പറഞ്ഞേ. അപ്പൊ ഞാൻ പിന്നെ അധികം റിപ്ലൈ കൊടുത്തില്ല. ഫസ്റ്റ് ഇയർ അല്ലേ ചോദിച്ചപ്പോ ഞാൻ മറന്നുപോയി കൊടുക്കാൻ. എനിക്ക് ഞാൻ കൊടുക്കുന്ന സമയത്ത് അയ്യോ അയ്യേ സീനാവട്ടോ ഇത്. പാർക്കലും ഇപ്പൊ വ്യത്യാസമായി. യൂട്യൂബിന്റെ ഓക്കെ ഹാപ്പി. ഇത് രണ്ടുപേർക്ക് ഈക്വൽ പണി കിട്ടുന്നത്, അത് കുഴപ്പമില്ല. ഇത് തേർഡ് റൗണ്ട് ആണ് ഗൈസ്. അക്ഷരമണിക്ക് ക്ഷീണമായി തോന്നുന്നു. അയ്യോ ലാലുപാപ്പൻ എന്താ ചെയ്യുന്ന ആരാത്? അയ്യോ ശ്യാംജിത്ത് യൂണിവേഴ്സിറ്റിയിലുള്ള. എടുക്ക് ഇന്നേ മെസ്സേജ് പോയിട്ടില്ല. അക്ഷരമേണ കുഴപ്പമില്ല. ഇത് DSU ആണ് കളിക്കാൻ. ഏത് DSU ആന്ന് കുഴപ്പമില്ല. മറ്റേ നിന്റെ നിയാസിനെ ഒഴിവാക്കിയില്ലേ? നിയാസ് ഇവിടുത്തെ സെക്രട്ടറി ആണ്. ഇത് ആരാന്ന് കാണട്ടെ. അതുപോലെ അപ്പൊ ഈക്വലായി. അത് നമ്മൾ മ്യൂച്വലായിട്ട് വേണ്ടെന്ന് വെച്ചു. അതെ അത് വേണ്ട. അതാരാ? വിഷ്ണുപ്രസാദാ? ഫാസിലോ? അതാരാ? ഇവനടാ. അയ്യോ പാവം ചെക്ക്. അതേതാ ഫാസിൽ? ഫാസി. ഓക്കെ അയച്ചോ. നമ്മളെ ചങ്ങയ്യ എന്തെന്നാ വായിക്കാൻ പോണ. നീനു നിന്നെ പ്രേമിസ്ഥാൻ. എന്താ പറയാ? നിന്നെ പ്രേമിസ്തനീനു. അത് എന്താന്ന് വെച്ചാ കർണാടകയില് ഐ ലവ് യു എന്നാണ് പറയുന്നത്. അത് കുഴപ്പമില്ല, അവനോട് പറഞ്ഞ് മനസ്സിലാക്കാം. ഡിപ്പാർട്ട്മെന്റ് കാണാലോ നിങ്ങൾ. അയ്യോ ഗൈസ്, ഇവനും ഫിസിക്സാ ഞാനും ഫിസിക്സാ. കാണുമ്പോ ചിരിക്കുന്നെങ്കിലും ഉണ്ട്. ഇനിയിപ്പോ അതും ഉണ്ടാവില്ല. അതൊന്നും ഇനിയിപ്പോ നല്ലോണം ചിരിച്ചോളൂ. ഓക്കെ ഡൺ. സോറി അക്ഷര കയ്യുമ്പോ പൊക്കോ. നിയാസ്. ഇസ്മയിൽ. അടുക്ക് ആരാണ്? ഇവരാണ് ട്രെയിനിൽ നിന്ന് കണ്ട് പരിചയപ്പെട്ട ആളാണ്. കണ്ണൂർക്കാരനാണ്. എന്റെ പോലെ ട്രെയിനിൽ ഒറ്റ
സത്യം പറയാലോ, ഈ ബംഗാളിയല്ല ഹിന്ദിക്കാരുടെ കൂടെ ഇങ്ങനെ ഇരുന്നിട്ട് ഞാൻ ഇങ്ങനെ രാവിലെ ഏട്ടനടുക്ക ഞാൻ ചോദിച്ചു എവിടെ സ്ഥലം. എന്റെ മോനെ കണ്ണൂർക്കാരനെ ഞാൻ കണ്ടു, കൂത്തുപറമ്പ്. ഒന്നും പറയണ്ട, സ്വന്തം അയ്യപ്പൻ. സ്വന്തം ഏട്ടൻ അയക്കാനുള്ള മെസ്സേജ് എന്താ നോക്ക്. തിയാമോ ലവ്ച്ചിനും വേണട്ടാ. ഇപ്പൊ എവിടെയാണ് അതിന് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടോ. കുഴപ്പമില്ല, ഞാൻ ടിയാമോർ അടിച്ചേക്കും. ഡൺ. ഗൈസ് നെക്സ്റ്റ് അക്ഷയ സുധീറാണ്. അതിന് പോകുന്നില്ല, അത് നെറ്റിന്റെ പ്രോബ്ലം. നെറ്റിന്റെ പ്രോബ്ലം ഉണ്ട്. രഞ്ജിത ആണോ? രഞ്ജിത കഴിക്കണോ? രഞ്ജിത നീ അയക്കുമോ? ലെസ്ബിയനാന്ന് ആയിരിക്കുള്ളൂ, അത്രേ ഉള്ളൂ. അതാരാ? ഷിജിൽ 555. അത് മതി. ആരാന്ന് എനിക്കറിയില്ല. യൂണിവേഴ്സിറ്റിയുള്ള ഏതോ ഒരുത്തനാണ് ഞാൻ കണ്ടിട്ട്. കുഴപ്പമില്ല, അയച്ചോളി. മ്യൂച്വൽ ആയിട്ട് 2 ഒഴിവാക്കി. ഇതും കൂടെ ഒഴിവാക്കിയത് നിനക്കൊരു ഓപ്ഷൻ തരാം. ഇല്ല വേണ്ട. ഇതാരാ? ഞാൻ നോക്കട്ടെ, ഞാൻ കണ്ടില്ല. ഇവർക്ക് അയച്ചു, ഇവർ നമ്മളെ യൂണിവേഴ്സിറ്റി തന്നെ. എനിക്കറിയില്ല. അയച്ചോ, ഞാൻ കണ്ടിട്ടുണ്ട്. നീ അയച്ചോ, എടുത്തോ. എന്താ അറിയാത്ത ആളാ. കുഴപ്പമില്ല, വേറെ എടുക്കട്ടെ ഒന്ന്, അങ്ങനത്തെ ഓപ്ഷൻ തരാം. എന്നാ എടുക്ക്. വേറെ എല്ലാം അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. എന്താ ഇതെന്താ? എന്താ കുറച്ച് കാലായി പറയണമെന്ന് വിചാരിക്കുന്നു. നീ സൂപ്പറാണ്. ഫസ്റ്റ് മെസ്സേജ് അയക്കാൻ പറ്റിയത് തന്നെ അത്. കഴിച്ചോ. ഈ ഏട്ടനെ ഇവള് ഫസ്റ്റ് മെസ്സേജ് അയക്കുന്നതാണ് കേട്ടോ. കുറെ കാലായി വിചാരിക്കുന്നു. ഒന്നിക്കേട്ടൻ ഇവളെ പഞ്ഞിക്കിടും. അതിനെനിക്ക് വേറെ ഓപ്ഷൻ ഒന്നും നോക്കണ്ട. ആച്ചില്ലേ നിയാസ് തന്നെയാണല്ലോ വരുന്നത്. ഭഗവാൻ നല്ല തോടി താഴ്ത്തി കിട്ടും. എടാ ഞാൻ എത്ര തോണ്ടിയാണ്. അതാ മുഹമ്മദ് റഷീദ്. ഏതാ റുഷീദാണോ? റുഷീദ് നമ്മളെ മറ്റേ ജൂനിയറോ? റുഷീദടാ. ശരി, എനിക്കറിയാലോ ആരെ. എനിക്കറിയാം. ആടി റുഷീദ് നമ്മളെ മറ്റേ ഇവന്റെ കൂടില്ലേ, ദിൽഷാദിന്റെ ക്ലാസ്സിലെ. അതെടുത്തോ, അത് തൊട്ടാണ് നീ. റുഷീദിനൊക്കെ ഞാൻ ഫസ്റ്റ് മെസ്സേജ് അത് കുഴപ്പമില്ല, എടുക്ക് മെസ്സേജ്. സരങ്കെ അത് കേട്ടോളൂ. എന്ത് ഭാഷന്ന് പോലും അറിയില്ലായിരിക്കും. അക്ഷയ സുധീറിന്റെ ലാസ്റ്റ് റൗണ്ടാണ്. അമാനയാ? അമീനോ? ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ. മറ്റേ വീഡിയോ എടുക്കുന്നു. മെസ്സേജ് അയക്കാം, കുഴപ്പമില്ല. ഐ മിസ് യു തന്നെ. മിസ്സേയല്ല, മെസ്സേജ് കാണുപോലും ഉണ്ട് എനിക്ക്. ഐ മിസ് എങ്ങനെ കണ്ട ഈ കഞ്ഞി അവന് മെസ്സേജ് അയക്കാനില്ല കഴിഞ്ഞതോടെ. അവൻ മറ്റേ കണ്ടന്റ് ക്രിയേറ്ററാണ്, ടീച്ചറാണ്. ശരി സ്റ്റാർട്ട്. നിയാസിന് മെസ്സേജ് അയക്കേണ്ടി വരും തോന്നുന്നുണ്ട്. അടിയുള്ളത് നിയാസിന്റെയും വിഷ്ണുവിനും താഴെ ആര് ശില്പിണോ? വേണ്ട വേണ്ട വേണ്ട.
ഹാപ്പി ആയി കാണും. അത് കുഴപ്പമില്ല, ഞാൻ ലാസ്റ്റ് സെലിബ്രിറ്റിക്കുള്ള വെച്ച്. ഞാൻ ഭയങ്കര ഫാനടാ ഇവന്റെ. യോ ഹാൻസം. ഹീസ് ഹാൻസം. അതെനിക്ക് പറയാനൊരു മടിയില്ല. ശരി, കുറച്ച് ടാപ്പൊക്കെ വെച്ചെടുക്കാം. ഇവന്റെ ഏറ്റവും ഫേവറേറ്റ് ഡാൻസ് ഞാൻ കളിച്ചത്. സോറി, അത് കണ്ടുപിടിച്ചോളൂ. നീ പോയി തരും. ചവച്ചിലേക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. അക്ഷര വേണ ഇതാ ഞാൻ ഇപ്പൊ കാണിച്ചതാ. ഇതൊരു അല്ല നെറ്റില്ല, അതുകൊണ്ടാ ഞാൻ കാണിച്ചത്. കാണിച്ചു കൊടുക്കുക, അപ്പല്ലേ മനസ്സിലാവും. അതേക്കാട്ടി കാണാൻ നിന്റെ എക്സ്പ്രഷൻ. ഗൈസ്, നമ്മൾ ഇന്നലത്തെ ചാലഞ്ചിന്റെ റിയാക്ഷൻ ഇന്നാണ് എടുക്കുന്നത്. ഇത് അക്ഷരയ്ക്ക് ഏകദേശം എല്ലാ റിപ്ലൈയും കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഒരാൾ മാത്രം റിപ്ലൈ ചെയ്തില്ല, ഒരാൾ മിലനായിരുന്നു. മിലൻ എന്തായാലും റിപ്ലൈ തരാൻ പോകുന്നില്ല. ഞാൻ അയച്ചിട്ട് യു ആർ ഹാൻസം എന്നാണ്, പറ്റില്ല. അപ്പോൾ നമ്മൾ ആദ്യത്തെ മെസ്സേജ് നോക്കാൻ പോണേണ്. ആദ്യത്തെ മെസ്സേജ് ഞാൻ ആദ്യം അയച്ചത് സാദിഖിനാണ്. സാദിഖ് ബിൻ ഇബ്രാഹിം. ഒന്ന് അയച്ചതെന്ന് വെച്ച് കഴിഞ്ഞാല് will you be my man? I am here. What about you? What about you? ഞാൻ എന്താ ഇപ്പൊ റിപ്ലൈ കൊടുക്കുന്നത്? I am also handsome. I am also your girl എന്ന് പറഞ്ഞേക്ക്. ഞാനൊന്ന് റിയാക്ട് ഇഷ്ടപ്പിടിച്ച പോലെ ഒന്നും ഇവിടെ കിടക്കുന്നുണ്ട്. ഡംബാസിലെ മൂന്നാമത്തത്. ഓക്കെ ഞാൻ ഇങ്ങനെ അയച്ചിട്ടുണ്ട് കേട്ടോ. ഇത് എനിക്ക് അയക്കാൻ പറ്റുള്ളൂ, കാരണം ചെക്കൻ പാവൻ ചെക്കൻടാ. ഞാൻ അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്മായിൽ. ഞാൻ എന്താ അയച്ചത്, എന്നോട് ഇപ്പൊ എവിടാന്ന് ചോദിച്ചിനേനു. അപ്പൊ ഞാൻ അതിനാണ് ടിയാമോന്ന് അയച്ചത്. ടിയാമോന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ലവ് യു എന്നാണ്. അതിന് റിപ്ലൈ എന്താ, അതെവിടാണ് കുട്ടി, അതൊരു വലിയ സ്ഥലമാണ് കുട്ട. അതങ്ങനെ. അപ്പൊ രണ്ടാമത്തെ റിയാക്ഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ സിഗ്മേന്റെ വേണ്ട. ഇനിയിപ്പോ ഞാൻ വേറെ ആയിരിക്കും മെസ്സേജ് അയച്ചടോ. ഞാൻ വേറെ ആയിരിക്കും മെസ്സേജ്. റുഷേദിന് മെസ്സേജ് അയച്ചിട്ട് റുഷേദ് കണ്ടില്ല. സരംഗയാണ് അയച്ചത്, അതും ഐ ലവ് യു ആണ്. റുഷേദ് കണ്ടില്ല. പിന്നെ ഇതാ മിലണ്ടത് അശു കണ്ട യു ആർ ഹാൻസം, അതും കണ്ടില്ല. ഇവനൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ ഇവിടെ ആഘോഷിക്കും. ഉണ്ട്. തേർഡായി ഇവനാണ് ഹൈലൈറ്റ്. വാ നമുക്ക് മുന്തിരിത്തോട്ടങ്ങളിൽ പറക്കാം. വാ എന്നാ പോവല്ലേ. സെറ്റ് പോവാണോ? ഞാൻ പോയിട്ട് വരാം. ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടായിരിക്കില്ല. മുന്തിരി തൊപ്പ് കാണാം. ബായ്. ഇനി നമുക്ക് അക്ഷയ സുധീറിന്റെ കാണാം. ഗൈസ്, ഇനി അക്ഷയ സുധീറിന്റെ റിയാക്ഷൻ ആണ്. അമീറിനെ നമ്മൾ ഇന്നലെ തന്നെ റിയാക്ട് ചെയ്തു. അതെ പാട്ട് കൊടുത്ത അമീറത് പിന്നെ നേരത്തെ കണ്ടതാണ്. ഇനി ആരാണ്? ആർക്കറിയാം, കുറച്ച് കാലമായി പറയണമെന്ന് വിചാരിക്കുന്നു. നീ സൂപ്പറാടാ. ഓക്കെ താങ്ക്സ്. ഒന്ന് മര്യാദ കാണിക്ക്. ഓക്കെ താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഷിജിൽ എന്ന് പറഞ്ഞാൽ നമ്മളെ യൂണിവേഴ്സിറ്റിയിൽ തന്നെയുള്ള ചങ്ങായാണ്. ഏതോ ചങ്ങായി, എനിക്ക് അറിയൂല കേട്ടോ. ഏതോ വെൽക്കം പറഞ്ഞാലും വെൽക്കം പറഞ്ഞേക്ക്. മെൽക്കോ പറയാല്ലേ. അടി വാങ്ങുമ്പോ രണ്ടും കൂടി പറയണ്ട, അടിയുടെ കാര്യം പിന്നെ പറയാം. ഓക്കെ ഞാൻ അടുത്തത് ഫാസിൽ എന്തെങ്കിലും അയച്ച് നേനു നിന്നെ പ്രേമിച്ചതേനു. ഇത് നേനു നിന്നെ പ്രേമിച്ചതേനു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിന്നെ പ്രേമിക്കുന്നു. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കന്നഡയിൽ പറഞ്ഞാണ്. നേനു നിന്നും പ്രേമിച്ചതേനു. കന്നഡയാണ്. അവൻ ഭാഗ്യത്തിന് ഒന്നും ചെയ്തില്ല, ലൈക്ക് ഇട്ട് വിട്ടു. ഭാഗ്യമുണ്ട്. ഞാൻ അവനോട് പറഞ്ഞ് മനസ്സിലാക്കണം, മോനെ ഇത് ഇങ്ങനെയാണ് കളി, ഇതല്ല. കാരണം ചെക്കൻ പൊതുവെ കാണുമ്പോൾ ചിരിക്കാറെങ്കിലും ഉണ്ട്. ഇനിയിപ്പോൾ ഇതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പല്ലവൻ കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഓടിക്കളയും. ഞാനെങ്ങാനും പ്രേമിച്ചതിനും എന്നും പറഞ്ഞെങ്കിൽ ചെന്നാലും വല്ല പ്രേമലും എന്നെങ്ങാനും പറഞ്ഞിട്ട്
ഗൈസ് അമീൻ ഒരു ഇൻഫ്ലുവൻസറാണ്. മിസ് ചോദിച്ചു അവരാരാന്ന് പോലും അറിയണ്ടായിരിക്കും, അതുകൊണ്ട് ഞാൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല. പിന്നെ മിൽഷാൻ പൊതുവെ ചെക്കൻ മിണ്ടാറൊക്കെ ഉണ്ടായിരുന്നു. ഇതുകൂടെ കഴിഞ്ഞാൽ ഞാൻ അത് തിരിഞ്ഞു നോക്കുന്നു തോന്നുന്നില്ല. അങ്ങനെ അത് ഏകദേശം തീരുമാനമായി. ഐ ലവ് യു ഞാൻ കണ്ടിട്ട് പോലില്ല. കഴിഞ്ഞു രണ്ടെണ്ണത്തിനും കിട്ടിയിട്ടില്ല. നിന്റെ രണ്ടെണ്ണല്ലേ കിട്ടാത്ത? എനിക്ക് ഒന്നിനെ കിട്ടാനുള്ളൂ. കിട്ടിയില്ല, മിലണ്ടി കിട്ടിയില്ല. നമ്മൾ രണ്ടും ഡ്രോ. ഈ സുഹൃത്തൊക്കെ എന്തായാലും റിയാക്ഷൻ പറയും. അങ്ങനെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ ചാലഞ്ച്. കേട്ടുകഴിവ് മാത്രം സുഹൃത്തേക്കുള്ളൂ, കണ്ടുകഴിവ് നമ്മൾ ബ്ലോഗിൽ ഇടുമ്പോൾ ഉള്ളു കണ്ടോളൂ. എങ്ങനെയുണ്ട് നമ്മുടെ റിയാക്ഷൻസ്? അപ്പൊ ഗൈസ് നമ്മുടെ ബ്ലോഗ് ഇവിടെ അവസാനിക്കാണ്. ഇത്തരം കുൽസിതങ്ങളും ചാലഞ്ചുകളും കൊണ്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. സബ്സ്ക്രൈബ് ഡിങ് 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 ബട്ടൺ നിൽക്കണം. ഇത് സുഹൃത ട്രൈ കേറി ട്രൈ